കോർപ്പറേഷനിൽ പ്രമുഖരെ കളത്തിലിറക്കി ബി.ജെ.പി. മുൻ ഡി.ജി.പി ആർ ശ്രീലേഖയും പത്മിനി തോമസും ഉൾപ്പെട്ട ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BDJS തീരുമാനം. കൊല്ലം കോർപ്പറേഷനിൽ CPIM-ഉം CPI-യും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 67 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഒന്നാം ഘട്ടത്തിൽ BJP പ്രഖ്യാപിച്ചത്. മുൻ DGP ആർ ശ്രീലേഖ ശാസ്തമംഗലത്ത് ജനവിധി തേടും. കവടിയാറിൽ ശബരിനാഥിനെതിരെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന VV രാജേഷ് കൊടുങ്ങാനൂരിൽ മത്സരിക്കും. കരമന അജിത്തും തമ്പാനൂർ സതീഷും BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. ശാസ്തമംഗലം ആർ ശ്രീലേഖ, കൊടുങ്ങന്നൂർ VV രാജേഷ്, പാളയം പത്മിനി തോമസ്. മലപ്പുറത്ത് പൊന്മുണ്ടം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ കോൺഗ്രസ് ലീഗ് തർക്കം രൂക്ഷമാണ്. നേതൃത്വം മുൻകൈയെടുത്തുള്ള അനുനയ നീക്കങ്ങൾ തകൃതി. വെൽഫെയർ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് സഹകരണം ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ചയായി. തർക്കം പരിഹരിക്കപ്പെടുമെന്ന് യോഗത്തിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടി. ഈ തവണ 100% പ്രശ്നങ്ങൾ തീർത്തു പോകാൻ കഴിയും എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അവകാശങ്ങൾ മറന്ന് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വ്യക്തമാക്കി. നിലവിലുള്ള സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമെന്നും PJ ജോസഫ്. സ്റ്റാറ്റസ് കോയാണ് അർഹതപ്പെട്ട മറ്റു സ്ഥലങ്ങളിലും അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ച വേണമല്ലോ, എന്നാൽ ഉള്ള അവകാശം നിലനിർത്തുകയും ചെയ്യണം. അതേസമയം കൊല്ലം കോർപ്പറേഷനിൽ CPIM-ഉം CPI-യും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. മുൻ മേയർമാരായ പ്രസന്ന ഏണസ്റ്റും ഹണി ബെഞ്ചമിനും മത്സരിക്കില്ല. ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ കളത്തിലിറക്കി BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും തയ്യാറായി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.